അപ്പോൾ മച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഒരു ബാത്റൂമിന്റെ ഫിറ്റിംഗ്സ് ആണ്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഡൈവേർട്ടർ വന്നിട്ട് ഗ്രോഹയുടെ ഡൈവേർട്ടർ ആണ്. അതുപോലെ നമുക്ക് സ്പൗട്ട് ഫിറ്റ് ചെയ്യാനുണ്ട്, ഷവർ. ബാക്കി ഷവർ വരുമ്പോൾ റെയിൻ ഷവറാണ് വരുന്നത്. അതുപോലെ നമ്മൾ ഈ കാണുന്ന ബാത്ത് ടബാണ്. ബാത്ത് ടബിൽ നമ്മൾ ഇവിടെ ഒരു വാൾ മിക്സറും ഫിറ്റ് ചെയ്യും, അതുപോലെ ഒരു ഹാൻഡ് ഷവറൊക്കെ ഫിറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് ക്ലോസറ്റ് വരുമ്പോൾ നമ്മൾ ജാഗോറിന്റെ ക്ലോസറ്റാണ് വരുന്നത്. ഗ്രോഹയുടെ ഫസ്റ്റ് ടാങ്ക് ആണ്. ഇപ്പോൾ ക്ലോസറ്റ് വെക്കുന്നത് എല്ലാം നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കും. അതുപോലെ ഇവിടെയാണ് നമ്മളെ വാഷ് ബേസിൻ വരുന്നത്. നമുക്ക് വാഷ് ബേസിൻ വരുമ്പോൾ ഒരു കൗണ്ടർ ടോപ്പ് ബേസിനാണ്. ഈ കാണുന്ന പോലെ ഇത്രയും നല്ലൊരു ഏരിയ ഉണ്ട് വാഷ് ബേസിന് വേണ്ടിയിട്ട്. നമ്മൾ ഇതിൻ്റെ സെൻറ്ററായിട്ട് ഒരു മിറർ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെയാണ് ഇനി ഹോൾ ചെയ്ത് വാഷ് ബേസിൻ ഉറപ്പിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്തെന്ന് നോക്കാം. നമ്മളിവിടെ ആദ്യം പിടിപ്പിക്കുന്നത് ഫസ്റ്റ് പ്ലേറ്റാണ് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ സൈഡിൽ സിലിക്കോണാണ് വെച്ചത്. ഫസ്റ്റ് പ്ലേറ്റിൻ്റെ മോഡൽ വന്നിട്ട് ഈ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ട്യൂബിനെ എടുത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്ലേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഡൈവേർട്ടറിൻ്റെ പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്യാം. ഡൈവേർട്ടർ നമുക്ക് വരുമ്പോൾ ഗ്രോഹയുടെ ഡൈവേർട്ടറാണ്. നമ്മൾ ഈ സൈഡിൽ എല്ലാം നമ്മൾ സിലിക്കോൺ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കപ്പിടാൻ പോവുകയാണ്. കപ്പിടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റിങ് വാഷറുണ്ട്. നമ്മൾ ഈ കാണുമ്പോൾ കപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിൻ്റെ പ്ലേറ്റാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ ഈ കാണുമ്പോൾ പ്ലേറ്റും ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആ വാഷറിലൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഈ കാണുമ്പോൾ അങ്ങ് കയറിക്കോളും. നമ്മൾ ഇതിൻ്റെ ടൈൽസിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഇവിടെ സിലിക്കോണാണ് വെച്ചിട്ടുള്ളത്. ചില സൈറ്റിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റ് വയ്ക്കും. നമുക്ക് സാധനം ഇവർ എടുത്ത് തരുമ്പോഴാണ് നമ്മൾ വെക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ലിവർ ഫിറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ലിവർ. ഇതെങ്ങനെ പിടിപ്പിക്കാൻ നോക്കാം. ഇത് നമുക്ക് അല്ലെങ്കിൽ വെച്ചാണ് ടൈറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ കാണുമ്പോൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു റബ്ബർ ബുഷ് ഉണ്ട്. നമ്മൾ അല്ലെങ്കിൽ വെള്ളം കയറാതിരിക്കേണ്ടത്. നമ്മൾ ഡൈവേർട്ടർ പ്ലേറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇത് സ്പൗട്ട് പിടിപ്പിക്കാൻ, ഷവറൊക്കെ പിടിപ്പിക്കാൻ നോക്കാം. സ്പൗട്ട് ഇവിടെ നമുക്ക് വരുമ്പോൾ ജാഗ്വാറിൻ്റെ സ്പൗട്ടാണ് നമുക്ക് വയ്ക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ കപ്പും എല്ലാം വരുന്നുണ്ട് നമുക്ക്. ഇപ്പോൾ ഒരു അലയും കീട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്.
നമ്മളെ സ്പോട്ടിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഷവർ പിടിപ്പിക്കാം. അത് നമ്മുടെ ഷവർ ആമ് വന്ന ഫിറ്റിങ്സ് മിക്കത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സാണ് വന്നിട്ടുള്ളത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ. നമ്മൾ ആമ് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷവർ ഹെഡ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. അതുകൊണ്ട് ഇവിടത്തേക്ക് നല്ല റെയിൻ ഷവറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഫിൽറ്റർ വാഷറാണ്. നമ്മൾ ഷവർ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിവിടെ വാട്ടർ ഹീറ്ററിൻ്റെ ഒക്കെ ആംഗിൾ പോലെ പിടിപ്പിക്കാം. നമ്മൾ ഹോട്ട് വാട്ടർ ഇത് കോൾഡും ആണ്. ഇവിടെയാണ് വാട്ടർ ഹീറ്ററിൻ്റെ ഒരു ഇലക്ട്രിക് പോയിന്റും വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ കാണുമ്പോൾ 2 ആംഗിൾ പോലെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളിപ്പം വാട്ടർ ഹീറ്റർ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അപ്പം നമ്മൾ രണ്ടും കൂടി ലിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു കണക്ഷൻ ട്യൂബാണ് ഇടുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു കണക്ഷൻ ട്യൂബ് ഇട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹെൽത്ത് ഹൗസിന് വരുമ്പോൾ ഈ ഒരു ടൈപ്പ് ആംഗിൾ വാൽവാണ് വരുന്നത്. കുറച്ച് പ്രീമിയം ആണ്. മറ്റേത് ഒരു നോർമൽ ആംഗിൾ വാൽവാണ്. നമ്മൾ HFൻ്റെ ആംഗിൾ പോലെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്, ഇത് നമ്മൾ ഫസ്റ്റ് ടാങ്കിന് വേണ്ടി നമ്മൾ കൺട്രോളിങ്ങിന് വേണ്ടി ഒരു സ്റ്റോക്കൊക്കെ ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഔട്ടർ ബോഡി നമ്മൾ സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് വരുമ്പോൾ പേരുവേരാണ്. ഗ്യാപ്പിലൊക്കെ നമ്മൾ സിലിക്കോൺ വെച്ചിട്ടുണ്ട്. സ്റ്റോക്കൊക്കെ കപ്പാണ് ഇത്. ഇതിലൊരു റബ്ബർ ബട്ടൺ വരുന്നുണ്ട് നമുക്ക്. നമുക്കിവിടെ വാഷ് ബേസിൻ്റെ ആംഗിൾ വാൽവ് ഫിറ്റ് ചെയ്യാം. നമ്മൾ ഇവിടുത്തെ വാഷ് ബേസിൻ്റെ ആംഗിൾ വാൽവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ബാത്ത് ടബിലേക്ക് വേണ്ടി ഇവിടെ ഒരു വാൾ മിക്സർ ഉണ്ട്. അപ്പോൾ വാൾ മിക്സർ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് നമ്മുടെ പേരിവെയറിൻ്റെ മിക്സറാണ്. അതുപോലെ ഈ ബാത്ത് ടബ് വന്നിട്ട് പേരിവെയറാണ്. ഇതാണ് നമ്മുടെ മിക്സർ.
നമുക്ക് ആദ്യം ലെഗ് ഒന്ന് വെച്ച് ഇത് കട്ട് ചെയ്യണ്ടോ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വെറുതെ നമ്മൾ ടഫ്ലർ ഇടാനാണ് ഈ ലെഗും ഈ കപ്പും വെച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. നമ്മളെ ലെഗിൻ്റെ കുറച്ച് നീളം കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ ലെഗെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിൻ്റെ കപ്പിടാം. നമ്മുടെ വാഷർ സ്റ്റെപ്പ് വാഷറാണ്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാൻഡ് ഷവർ വയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഫിറ്റിങ്സ് ഇടയാണ്. ഇത് നമ്മളൊരു ബെൻഡ് മിക്സറാണ്. ഇത് ബെൻഡ് മിക്സർ ആയതുകൊണ്ടാണ് ഈ മുകളിൽ ഈ ത്രെഡ് വന്നിട്ടുള്ളത്. നമുക്ക് ടൈറ്റ് ചെയ്യാം. ട്യൂബ് ഇട്ട് നോക്കിയിട്ട് ആ പൊസിഷൻ നോക്കിയിട്ട് ടൈറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ട്യൂബ്. നമ്മുടെ ഹെഡാണ്. നമ്മുടെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ റൈറ്റ് സൈഡ് എടുക്കാൻ വേണ്ടി നമ്മൾ ഹെഡ് വരുന്ന ഭാഗം, നമ്മളെ ബാത്ത് ടബിൻ്റെ ഹെഡ് വരുന്ന ഭാഗം നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതേപോലെ റൈറ്റ് സൈഡിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിനെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതേപോലെ മിക്സറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ക്ലോസറ്റ് പിടിപ്പിക്കാം. നമ്മളിതിൽ ഫ്ലഷ് ടാങ്കൊക്കെ വയ്ക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ക്യാപ്പെല്ലാം നമ്മൾ ഇട്ടതാണ്. പക്ഷേ ടെയിൽ സൈഡ് വരുമ്പോൾ ഈ ക്യാപ്പിനെ അവർ ആദ്യം അങ്ങ് ഊരി മാറ്റും. ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ഈ വാസന കണ്ട ഫുള്ള് ഗ്രൗട്ടൊക്കെ ആയിട്ട് കുളമായിട്ടിരിക്കുകയാണ്. നമുക്കാണ് ഇത് പണി കൂടുതൽ. നമുക്ക് എല്ലാം ക്ലീൻ ചെയ്യണ്ടേ. മിക്ക സൈഡിലും നടക്കുന്ന പ്രശ്നമാണ് ഇത്. ടെയിൽ സൈഡ് വരുമ്പോൾ ആദ്യം ഈ ഗ്യാപ്പിനെ കളിക്കാൻ പറ്റും. അവർ ഇത് കട്ട് ചെയ്തിട്ട് തിരിച്ച് വച്ചെങ്കിൽ പ്രശ്നം വരില്ല. നമ്മളിതേപോലെ എല്ലാം ഗ്രൗട്ടെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ക്ലോസറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് പൈപ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. നമ്മൾ 3 ഇഞ്ച് പുഷ് വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ 1.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ടെയിൽ മട്ടം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതുപോലെ ക്ലോസറ്റിൽ എത്ര കയറുമെന്ന് നോക്കാം. നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മട്ടം ഒന്ന് മാർക്ക് ചെയ്യും. ഇവിടെ നമ്മൾ കയറിയത് ഇത്രയാണ്. ഫസ്റ്റ് ടാങ്കിനകത്ത് കയറിയത്. ഇത് നമുക്ക് ക്ലോസറ്റിൽ കയറിയത്. ഇതിനൊന്ന് കട്ട് ചെയ്യാം.
ഇതുപോലെ നല്ല ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ ചെറിയൊരു പൊടി ഇരുന്നാലും ആ വാഷിൻ്റെ അടുത്ത് ലീക്ക് വരും. അത് നമുക്ക് 3 ഇഞ്ചിൻ്റെ ഒന്ന് കട്ട് ചെയ്യാം. 3 ഇഞ്ച് ക്ലോസറ്റ് കയറേണ്ടത് നമ്മൾ ഇതിൻ്റെ മട്ടം വെച്ചൊന്ന് മാർക്ക് ചെയ്യണം. ക്ലോസറ്റ് കയറേണ്ടത് ഇത്രയാണ്. നേരത്തെ പൈപ്പിനകത്ത് ബെന്നിനകത്ത് കയറിയത് ഇത്ര ഭാഗമാണ്. അതിൽ നിന്ന് ഇതൊന്ന് ഇവിടെ മുതൽ ഒന്ന് കൂട്ടിയതിന് ശേഷം കട്ട് ചെയ്യുക. നമ്മളിതുപോലെ ഒന്ന് ഫയൽ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. വാഷറിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഇതിനെ പ്രസ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ 2 ബുഷും വെച്ചിട്ടുണ്ട്. നമ്മൾ അല്ലെങ്കിൽ ആണ് വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, ഇളകി വരും. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, ലോക്കായിക്കോളും. അപ്പോൾ നമ്മൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനി അപ്പുറത്ത് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കാണും പോലെ എല്ലാം നമ്മൾ അല്ലെങ്കിൽ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ക്ലോസറ്റ് വയ്ക്കാം. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഈ കാണും പോലെ കറക്റ്റ് സ്പിരിറ്റ് ലെവൽ മട്ടത്തിനാണ് നമ്മൾ ക്ലോസറ്റ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ഇതിലൊന്ന് വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒന്ന് സിലിക്കോൺ വയ്ക്കും. അതുപോലെ നമ്മളെ സീറ്റ് തുറന്ന് ഫിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഇതിലൊന്ന് വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അടിയിൽ നമ്മൾ ഇതേപോലെ ബൈൻഡെല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വേറെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ബൈൻഡിൽ വേറെ വെള്ളമൊന്നും വന്നിട്ടില്ല. നമുക്കിതിൻ്റെ പുറകിലൊന്ന് സിലിക്കോൺ വെച്ച് കൊടുക്കുക. ഈ സിലിക്കോൺ എടുത്തത് നമ്മൾ ക്ലിയർ ആയിട്ടുള്ള സിലിക്കോണാണ് എടുത്തത്. നമ്മൾ ഇതുപോലെ സിലിക്കോൺ വെച്ചിട്ടെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സീറ്റ് പുറകെ പിടിപ്പിക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ടൈറ്റാക്കി നോക്കാം. അതിൻ്റെ ഫ്രണ്ട് സീറ്റ് വയ്ക്കുമ്പോൾ ഈ ഫ്രണ്ട് പൊസിഷൻ കിട്ടണം. ഈ ഒരു കണക്ക് നീക്കണം നമുക്ക്. ഇപ്പോൾ ഈ ഫ്രണ്ട് മട്ടം നീക്കും, കറക്റ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ബുഷൻ ടൈറ്റാക്കി കൊടുക്കാം. ബുഷൻ അതിൻ്റെ പ്ലേറ്റാണ്. അപ്പോൾ നമ്മൾ സീറ്റ് ഓരം പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഈ കാണുന്ന കൗണ്ടറിൽ നമുക്ക് വാഷ് ബേസിൻ പിടിപ്പിക്കണം.
അപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷ് ബേസിന്. നമുക്കിതിൽ ഹോൾ ചെയ്യാം. ഇവിടെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോൾ ചെയ്യുന്നത് 1.5 കോർബിറ്റ് ഇട്ടാണ്. നമുക്ക് ഇത് കാണുമ്പോൾ ഇപ്പോൾ ഹോളായിട്ടുണ്ട്, 1.25 ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അറേഞ്ചിന് വേണ്ടി ഒരു ഹോൾ അടിക്കണം, നമ്മുടെ പില്ലർക്കൊക്കെ വെക്കാൻ വേണ്ടി. മറ്റേ നമ്മൾ വാഷ് ബേസിന് നമ്മളിവിടെ പില്ലർക്കൊക്കെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്, ഹോൾസ് അടിച്ച് ടൈറ്റ് ആക്കി അടിയിൽ കണക്ഷൻ ട്യൂബിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ വാഷ് ബേസിൻ്റെ വേസ്റ്റ് സ്റ്റെപ്പിലും ടൈറ്റ് ചെയ്യാനാണ്. ജാഗ്വറിൻ്റെ വേസ്റ്റ് സ്റ്റെപ്പിലും തന്നെയാണ്, വേറെ ഗ്യാപ്പൊന്നുമില്ല, കറക്റ്റ് ടൈറ്റാക്കി നിൽക്കുന്നുണ്ട് ആ വെട്ടിൽ തന്നെ. നമ്മൾ ഈ കാണുമ്പോൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട് വേസ്റ്റ് സ്റ്റെപ്പിളിങ്. കറക്റ്റ് ഈ ജാഗ്വറിൻ്റെ ആ എഴുത്ത് കറക്റ്റ് ഫ്രണ്ട് വരാൻ വേണ്ടി തന്നെ വേസ്റ്റ് സ്റ്റെപ്പിളിങ് അങ്ങനെ നമ്മൾ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിൽ നിന്ന് ഈ ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. നമ്മളിവിടെ സിലിക്കോണിലാണ് വാഷ് ബേസിൻ വയ്ക്കുന്നത്. കറക്റ്റ് ടാപ്പിൻ്റെ സെൻറ്ററായിട്ട് നമുക്ക് വച്ചിട്ടുണ്ട്. അടിയിൽ വേസ്റ്റ് ഹോസ് ഇടാം. നമ്മൾ വേസ്റ്റ് ഹോസ് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ഒരു ടവൽ റിംഗ് ഉണ്ട്. ടവൽ റിംഗ് നമ്മൾ ഇതുപോലെ വലയസൊക്കെ നമ്മൾ പിടിപ്പിക്കുക. നമ്മൾ ടവളാടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാത്റൂമിൽ ഏകദേശം എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കിവിടെ ബാത്ത് ടബ് വരുമ്പോൾ നമുക്ക് പേരി വരുന്ന ഒരു ബാത്ത് ടബാണ് വന്നത്. അതേപോലെ ഇവിടെ നമ്മളൊരു മിക്സറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹാൻഡ് ഷവറും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഗ്രോഹയിലെ ഡൈവേർട്ടറാണ് സെറ്റ് ചെയ്തത്, ഒരു 2 വേ ഡൈവേർട്ടറാണ്. ഇത് നമ്മുടെ സ്പൗട്ട്, നമ്മളെ ഷവർ വരുമ്പോൾ നമ്മൾ റെയിൻ ഷവറാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മളെ ജാഗ്വറിൻ്റെ ഒരു വാൾ മൗണ്ട് ക്ലോസറ്റാണ്. ഇത് നമ്മൾ ഹെൽത്ത് ഹൗസറ്റ് നമ്മൾ ജാഗ്വർ കമ്പനിയുടെയാണ്. അതുപോലെ ഇവിടെ വാഷ് ബേസിൻ വരുമ്പോൾ ഈ കാണുന്ന വീതി ഭാഗത്താണ് അവർ ഇതേപോലെ ഒരു കൗണ്ടർ ചെയ്തിട്ടുള്ളത്. കൗണ്ടറിൻ്റെ പുറത്താണ് നമ്മൾ വാഷ് ബേസിൻ സെറ്റ് ചെയ്തത്. ഈ നമ്മൾ ഈ നാനോ വെയിറ്റിൽ ഹോൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ വാഷ് ബേസിനും അതുപോലെ ഈ പില്ലർക്കൊക്കെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തത്. നമ്മൾ അടിയിൽ വേസ്റ്റ് ഹൗസ് കണക്ഷൻ ട്യൂബും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ടവൽ റാഡ് വരുന്നത്.
ഇവിടെയാണ്, അതും ജാഗുവറിൻ്റെ കമ്പനിയാണ്, ടവൽ റാഡ്. അപ്പോൾ മച്ചാമാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് നമ്മുടെ ഒരു ബാത്റൂമിൻ്റെ ഫിറ്റിങ്സിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.